രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യസംസ്ഥാനങ്ങളിൽ കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിച്ച് സബ്സിഡികളും സഹായങ്ങളും കർഷകർക്ക് നൽകുന്നുവെന്നും കേരളത്തിൽ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും ഇറച്ചിക്കോഴി ഉൽപ്പാദകർ പറയുന്നു. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ കോഴി വളർത്തൽ തൊഴിലായി സ്വീകരിച്ച 10,000-കണക്കിന് കർഷകർ ഇവിടെയുണ്ട്. ഇവരെ സർക്കാർ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മേഖലയ്ക്ക് വേണ്ട അവശ്യ വസ്തുക്കളായ കോഴിക്കുഞ്ഞ്, തീറ്റ, മുട്ട തുടങ്ങിയവ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴും ലൈസൻസ്, കെട്ടിട നികുതി, ആഡംബര നികുതി, ലേബർ സെസ് എന്നിവയുടെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ പറയുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ കോഴി കർഷകരെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോവുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കോഴി വളർത്തുന്ന കർഷകരെ കോഴി കർഷകരായി കണ്ടുകൊണ്ട് ഈ മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ കോഴി കർഷകർക്കും ലഭ്യമാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ ഈ ഫാമുകൾ അടച്ചുകൊണ്ടും മറ്റു സമരങ്ങളുമായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആളുകളിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരം കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നു. നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ 724 അപേക്ഷകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഫാമുകൾ അടച്ചിട്ട് പ്രത്യക്ഷമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം തുടങ്ങിയാൽ ക്രിസ്മസും പുതുവത്സരവും കഴിഞ്ഞിട്ടും കുതിപ്പ് കൊണ്ടിരുന്ന കോഴിയിറച്ചി വില ഇനിയും വർദ്ധിക്കും. അമൃത ന്യൂസ്, കൊച്ചി.